ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് അവിടെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഫോണിൻ്റെ മുന്നിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സൺഡേ ആണ്. അപ്പോൾ ഞായറാഴ്ച ദിവസത്തേന് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ സൺഡേ ആയിച്ചിട്ട് നമുക്ക് വലിയ പ്രത്യേകതകളൊന്നുമില്ല. കാരണം വല്ലാതെ വൈകിട്ടൊന്നുമല്ല, നമ്മൾ നേരത്തെ തന്നെ എണീക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വീട്ടിൽ നോലുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മലയ്ക്ക് പോക്ക് കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷാജേട്ടനും മോനും പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അത് കാരണം കുറച്ച് നേരത്തെ തന്നെ നോലുമ്പൊക്കെ തുടങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ നെയ്ക്ക് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺഡേ ആണ് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. നേരത്തെ എണീറ്റിട്ടുണ്ട്, 4:30 എണീക്കാറുണ്ട് ഇപ്പോൾ. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവാനായിട്ടാണ് എണീക്കാൻ. പിന്നെ അങ്ങനെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, നേരെ അടിച്ച് വാരി എല്ലായിടും തുടച്ചിട്ടിട്ട് പിന്നെ അങ്ങനെ ഒക്കെ ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറുന്നത് കേട്ടോ. പിന്നെ അടുക്കളയിൽ കയറാനും നോക്കുമ്പോൾ കുറച്ചിങ്ങനെ പതുക്കെ ചെയ്തുള്ളൂ. കാരണം തിരക്ക് പിടിച്ചിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ, കുട്ടികൾക്ക് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ അത് കാരണം അവർക്ക് കൊണ്ടുപോകാനായിട്ട് വേറൊരു സെക്ഷൻ ഉണ്ടാക്കണം, പിന്നെ വീട്ടിൽ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് വേറെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ 2 തരം കറികളും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ പതുക്കെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലേക്ക് നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ വേറെ എന്നും കറിയൊക്കെ ഉണ്ടാവും. നമ്മൾ ചായൻ്റെ കടിയുടെ കൂടെ കറിയും കൂടി വെക്കണമല്ലോ. അങ്ങനത്തെ ഐറ്റംസാണ് ഏറെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് അത്ര തിരക്ക് പിടിച്ചിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പുമാവാക്കിയിട്ടാണ്. ഉപ്പുമാവാകുമ്പോൾ പിന്നെ അതിലേക്ക് കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഉപ്പുമാവിലേക്ക് പഴം അങ്ങനെ ഉണ്ട്. പിന്നെ പപ്പടം വേണ്ടാന്ന് വെച്ചു. കാരണം എപ്പോഴും നമ്മൾ പച്ചക്കറി ആയ കാരണം തന്നെ ഫുഡിൻ്റെ കൂടെ എപ്പോഴും പപ്പടമാണ്. ഉച്ചയ്ക്കൊക്കെ പപ്പടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പുമാവിലേക്ക് പപ്പടം അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ടാ. പിന്നെ അങ്ങനെ നമ്മളെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾക്ക് എന്താണ് ചീര കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പച്ചച്ചീരയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ആൾ വരുമ്പോൾ കൊടുന്നതാണ്, വൈകിട്ട് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആ കവറോടൊക്കെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച്. അപ്പോൾ പിന്നെ ചായ പണിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മറത്ത് വന്നിരുന്നിട്ട് തന്നെ അങ്ങോട്ട് ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടുക്കളയിലാണിപ്പോൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉമ്മറത്തേക്ക് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ആരേനൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണനും നീത്തൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ പിന്നെ കളിക്കാരുണ്ട്, കണ്ണൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു പറമ്പുണ്ട്, ഒഴിഞ്ഞെടുക്കുന്ന ഒരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ടാണ് ഒത്തുകൂടി കളിക്കുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഇപ്പോൾ 2 പേരും കൂടി ടാറ്റൊക്കെ തന്ന് പോയത് കേട്ടോ. അപ്പോൾ അവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടേതായ ചീര അങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് തലങ്ങും വിലങ്ങും പിടിച്ച് അങ്ങ് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ആദ്യം അങ്ങോട്ട് ചീരയുടെ ഇല എടുത്തിട്ട് നന്നായിട്ട് നല്ല ഇലയാണൊക്കെ നോക്കിയിട്ട് ആദ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ തണ്ടെടുത്തിട്ട് അങ്ങോട്ട് തണ്ടിൻ്റെ സൈഡുമായിട്ടൊക്കെ അങ്ങോട്ട് തോലൊക്കെ കളഞ്ഞിട്ട് അതും അങ്ങോട്ട് വേറെ മാറ്റി വയ്ക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഇല ഒന്നാകെ എല്ലാ ഇലയും കൂടിയിട്ട് ഒന്നാകെ മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് അരിയില അങ്ങോട്ട് അരി കിട്ടുക. അല്ലാതെ ചിലർ കണ്ടിട്ടുണ്ട്, ചിലർ 4 ഇല എടുത്തവർ അരിയും, പിന്നെ ഒരെടുത്തവർ 5 ഇല എടുത്തിട്ട് അരിയും, പിന്നെ എടുത്തിട്ട് 8 ഇല എടുത്തിട്ട് അരിയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ആ ഇല എത്ര അധികം ഇല ഉണ്ടോ അത്ര ഇല ഞാൻ കട്ടിങ് ബോർഡും അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് തലങ്ങും വിലങ്ങും പിടിച്ചിട്ട് അങ്ങോട്ട് ഒരു അരിയില അങ്ങോട്ട് അരി കിട്ടും. അപ്പോൾ അത് കാരണം വേഗം ഇല അരിച്ചലൊക്കെ വേഗം അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ നമ്മളെ ഈ തണ്ടാണ്. അപ്പോൾ ഈ തണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല കനത്തിൽ നല്ല വലിപ്പമുള്ള കട്ടിയുള്ള തണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ പരമാവധി അങ്ങോട്ട് ചീന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും പക്ഷേ കനം കൂടുതലുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ അത് ആ തണ്ടിനൊരു 4-5 ഇതാക്കിയിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് ചെറിയ ചെറിയ ഈളാക്കിയിട്ട് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് നൈസായി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ തണ്ടും നമ്മുടെ ചീരയും ഒക്കെ നന്നാക്കി ചെറുതാക്കി കുനുകുനാന്ന് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് കറി വയ്ക്കാനോ ഉപ്പേരി വയ്ക്കാനോ ഒന്നും നിൽക്കണില്ല.
ഇത് നേരെ ഇനിയിപ്പോൾ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാനുള്ള പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നന്നാക്കി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ട്, പയർ ഒക്കെ ഉണ്ട്, ഉപ്പേരി ഉണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ ഉള്ള ദിവസം ഞാൻ പറഞ്ഞില്ലേ, അമ്മ കഴിഞ്ഞ 2 ദിവസം മുന്നേ 2 ദിവസമായി പോയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വന്ന സമയത്ത് അമ്മ ഉപ്പേരിയൊക്കെ കുറേ അങ്ങോട്ട് അരിഞ്ഞു തന്നു കേട്ടോ. എന്നിട്ട് അതൊരു ബോക്സിലിട്ട് വെച്ച കാരണം അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കുക ചെയ്യൽ. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീര കൊടുന്നപ്പോൾ ഞാനും അതേപോലെ തന്നെ അങ്ങോട്ട് നന്നാക്കി നുറുക്കി വെക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി നാളേക്ക് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ പയർ കുറച്ചും കൂടി ഉപ്പേരിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ചീരയൊക്കെ നുറുക്കിയത് ഒരു പരന്നൊരു പാത്രത്തിൽ അങ്ങനെ പരന്ന പാത്രത്തിൽ അങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ അതങ്ങനെ അടച്ചിട്ട് നേരെ പിന്നെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് അടച്ചിട്ട് വെക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നാളെ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഉപ്പേരിയോ കറിയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോവുക. എന്തായാലും പച്ചക്കറിയാണല്ലോ, നമുക്ക് ഇനിയിപ്പോൾ മീനും ഇറച്ചി മീനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ പച്ചക്കറികളാണ്. അപ്പോൾ എന്നും ഓരോ ദിവസം ഓരോ തരം ആക്കാൻ വിചാരിച്ചു. എന്നും ഇപ്പോൾ സാമ്പാറാണെങ്കിലും വേറെ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോഴും പിന്നെ ഒരു മട്ടപ്പ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ നുറുക്കി വെച്ച് പിന്നെ നമ്മൾ ചോറിനൊക്കെ വെള്ളമൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ, നമ്മുടെ കുറുവ അരിയാണ് ഇട്ടത്. ഇപ്പോൾ സാധാരണ നമ്മൾ റേഷൻ അരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല കുറുവ അരിയൊക്കെ ഇട്ടിട്ട് തന്നെ അങ്ങോട്ട് ഇട്ടു അടുപ്പത്തിട്ടോ. പിന്നെ പതുക്കെ ആയാൽ മതിയല്ലോ, തിരക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ചോറങ്ങനെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുമ്പിയത് എടുത്തിടാൻ വിട്ടുപോയിട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് മറന്നെന്ന് വെച്ചാൽ ഞാനത് അരിയാൻ നിന്ന് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തെ ഉണ്ടായിരുന്ന മഴയൊക്കെ അല്ലേ ഇരുന്ന്, പകലധികം വെയിലൊന്നും ഇല്ലാതെ നല്ല മഴയും ഒരു ഇരുട്ട് മൂടിയിട്ട് മഴക്കാറ് വരിക പോവുക ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ കുറച്ചധികം തുണികൾ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടാൻ ഇത്തിരി പണിയായിട്ടുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് കൊടുന്നിട്ടുണ്ടായിരുന്നു, അഴലുമ്പോൾ അങ്ങോട്ട് നിവർത്തിയിട്ടു. അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കുറേ തുണികൾ കൊണ്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ പിന്നെ വെയിലാണെങ്കിൽ നല്ല പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ ഇങ്ങനെ അങ്ങോട്ട് അഴലങ്ങോട്ട് കെട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ നല്ല മഴയ്ക്കുള്ള സമയത്താണെങ്കിൽ ഒരു വെയിൽ കിട്ടിയാൽ മതി, പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ കുറച്ച് തുണികളൊക്കെ കണ്ട് ഉണങ്ങി അത് അങ്ങോട്ട് കൊണ്ടുവച്ച് റൂമിലാണ് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം കണ്ട് എടുത്തിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ആവണതിൻ്റെ മുന്നേ ഒരു ഉച്ചയ്ക്കൊക്കെ ഒരു 3:30 4 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് മടക്കി വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ തുണിയുടെ സെക്ഷൻ അങ്ങോട്ട് കഴിയുകയും ചെയ്യും. ഇതിപ്പോൾ ഇന്നിപ്പോൾ കഴുകിയിട്ടിട്ടുള്ള മറ്റുള്ള ഡ്രസ്സുകളും അങ്ങനെ അങ്ങോട്ട് അടലിൽ വിരിച്ചിടുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ കണ്ണനും ഇപ്പോൾ ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വക പണികൾക്കൊന്നും ആരെയും കിട്ടുമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടും പിന്നെ ഇടയ്ക്കൊക്കെ മാറിപ്പോണ കാരണമൊക്കെ ആയിട്ടൊക്കെ ഇപ്പോൾ കണ്ണനും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പണികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലതാണ്, നമ്മൾ ആൺകുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് പണികളൊന്നും ചെയ്യാതെ ശീലിപ്പിക്കുന്നതുകൊണ്ട് എനിക്കും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ അതിനെതിരാണ്. കാരണം പണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുതിർന്നവർ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഇല്ല കേട്ടോ, ചിലവരെ കാര്യം പറയണം, നമ്മൾ ഒന്നും അങ്ങോട്ട് ചെയ്യില്ല, ജോലികൾ വീട്ടിലത്തെ പെണ്ണുങ്ങൾക്കുള്ള ജോലികളാണെന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയായിരുന്നു അന്ന്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ആ രീതിയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ പരമാവധി നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കുറച്ച് ജോലികളും വീട്ടിലത്തെ കാര്യങ്ങളും കുക്കിങ്ങും അടുക്കളപ്പണിയും പാചകവും അതുപോലെ അതിനെല്ലാം അപ്പുറത്തും നമ്മുടെ വൃത്തിയും ശീലങ്ങളും നല്ല ശീലങ്ങളും ഓരോരോ സ്വഭാവങ്ങളും ഇല്ലേ. നമ്മളിപ്പോൾ എന്താ പറയുക, മുഴുവനായിട്ടെന്നല്ല, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ പാത്രം എടുക്കാനും ഫുഡ് കഴിച്ചിട്ട് ആ ടേബിളൊന്ന് തുടയ്ക്കാനും അങ്ങനെ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ശീലിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ രീതി, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ണനും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കുറച്ച് കുഞ്ഞു പണികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ തുണികളൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ കൊണ്ടിട്ടതും ഒക്കെ ഓണാക്കിയതും ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ പിന്നെ അതിൽ കൊണ്ടിട്ട് അത് അവിടെ കിടന്ന് പണി എടുത്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ കൊണ്ടിട്ടിട്ട് ആ ഫസ്റ്റ് ട്രിപ്പിൽ തുണികളൊക്കെ കൊണ്ടതും വിരിച്ചിട്ടതൊക്കെ കണ്ണനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് പണികളൊക്കെ അങ്ങനെ ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യാറുള്ളൂ. പരമാവധി ചെയ്ത് ശീലമാവട്ടെ എന്നിങ്ങനെ വിചാരിക്കും. കാരണം അവരുടെ കാലത്തിലേക്ക്
അവരുടെ ഭാവിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഭാര്യയും ഭർത്താവും തുല്യരായിട്ട് ജോലിക്ക് പോകണവരൊക്കെ ആയിരിക്കും. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അതിനെ പൊരുത്തപ്പെടാൻ പറ്റാതെ ബുദ്ധിമുട്ടേണ്ട. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലത് നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഞാനും അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് കണ്ണനും പണികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളിതാ തുണികളൊക്കെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നേരെ വന്ന് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാർ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 2 ദിവസം സാമ്പാറും അങ്ങനെ മോരുകറിയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മത്തൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മത്തൻ അങ്ങനെ കറി അങ്ങനെ വെക്കാറില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു മത്തൻ ഇട്ടിട്ട് കറി വയ്ക്കാം. എന്തായാലും കറിയാണല്ലോ, ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മത്തനങ്ങനെ കറി വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എരിശ്ശേരിയൊക്കെയാണ് ഉണ്ടാക്കാറ്. എരിശ്ശേരി പച്ചരച്ചിട്ടും വറുത്തരിശ്ശേരി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്, മത്തനും പയറൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇന്ന് ഞാൻ മത്തൻ ഇട്ടിട്ട് ഒരു പച്ചരച്ചിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒരു കറി അങ്ങോട്ട് വെച്ചിട്ടാണ് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഞാൻ ചീര ഒന്നും ഉപ്പേരിക്ക് എടുത്തിട്ടില്ല. നമ്മുടെ പയറുണ്ടായിരുന്നു. ആ പയറിൻ്റെ കൂടെ നമ്മുടെ നേന്ത്രക്കായ ഉണ്ടായിരുന്നു, പച്ച നേന്ത്രക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പയറിൻ്റെ കൂടെ ഒരു നേന്ത്രക്കായ എടുത്തിട്ട് തോല് ഒക്കെ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഉപ്പേരിക്കൊക്കെ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിനിപ്പോൾ ഞാൻ തൽക്കാലം കായ അങ്ങോട്ട് അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ കൂടി കൊണ്ട് അരിഞ്ഞിട്ട് അവിടെ ഒരു ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ തോലൊക്കെ ചെത്തിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി ഇതാ അങ്ങനെ ഉപ്പേരിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് 2 പച്ചമുളകും കൂടി അങ്ങോട്ട് കീറിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേപ്പിലിട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് സിമ്മിലിട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ തന്നെയാണ്. വലിയ എന്താ പറയുക, സാധാരണ ഉള്ളൊരു കുക്കിങ്ങാണ് കേട്ടോ. വലിയ സ്പെഷ്യലായിട്ട് വല്ല മോടിയോട് കൂടിയിട്ട് അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള കുക്കിങ്ങൊന്നുമല്ല. ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ചിലർക്ക് തോന്നും ഇതൊക്കെയാണ് അപ്പോൾ കുക്കിംഗ് എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കുക്കിംഗ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കറി വറവിട്ടിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പിന്നെ നമ്മളങ്ങനെ പപ്പടവും കാച്ചി എടുത്തിട്ടുണ്ട്. പപ്പടമൊക്കെ കാച്ചി ഇനിയിപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ വല്ലാത്ത നേരം വൈകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവരും കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കും ഫുഡൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇനി ചോറുണ്ണാണ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോഴത്തെ ചോറിലേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കറിയുണ്ട്, പിന്നെ നമ്മുടെ അച്ചാറുണ്ട്, ഉപ്പേരിയുണ്ട്, ഒരു മുളക് വറുത്തതുണ്ട്, പുളിയിഞ്ചിയുണ്ട്, നമ്മുടെ കറിയുണ്ട്. പിന്നെ ഇതെല്ലാതും കൂടിയിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ.